അല്ല നമ്മൾ വിഷയങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ അഴിമതി രഹിത ഭരണം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, 24-ലെ സ്മൃതി പരുത്തിക്കാടാണ് നമ്മളെ ഹാഷ്മി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ട് 1-2 ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കാരണം എന്തൊരു ദുരന്താവസ്ഥയിലൂടെയാണ് ഈ പാങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം. അതായത് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ സംസാരിക്കുന്ന ആ മനുഷ്യനില്ലേ, ആ മനുഷ്യൻ മുന്നത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. KSEB കുറിച്ച് അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു പക്ഷേ ഈ കഥാപ്രസംഗം നടത്തുന്ന ഹാഷ്മിയേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രവർത്തന പരിചയമുള്ള ഒരു മനുഷ്യനാണ് അവർ സംസാരിക്കുന്നത്. ഹാഷ്മിക്ക് തീർച്ചയായിട്ടും അയാൾ സംസാരിക്കുന്ന അത്ര ഇഷ്ടമല്ല. കാരണം ഇവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹാഷ്മി അടക്കമുള്ള അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകൾക്ക് ജനങ്ങൾക്ക് നൽകേണ്ടത് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അങ്ങനെ ഗംഭീരമായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തുള്ള ഒരാൾ തന്നെയാണ് ഹാഷ്മി. പിന്നീട് മാപ്പും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി അതിലേക്ക് 5 പൈസ കൊടുത്തു പോകരുത്, അത് മുക്കും, അത് മുഴുവൻ പറ്റിപ്പാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യനാണ് ഹാഷ്മി. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതാ വീണ്ടും ചില തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ, പ്രവർത്തന പരിചയമുള്ളൊരു മനുഷ്യൻ കൃത്യമായിട്ടും സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന വേണം. അതായത് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് പറഞ്ഞാൽ 2400 വാട്ടാണ്, 2400 മെഗാവാട്ടാണ്. അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒരാൾക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിസന്ധിയല്ല. ഫെബ്രുവരി 28 മനസ്സിലായ? ഈ പറയുന്ന തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളാരും ഒരു യുദ്ധം വരുമെന്ന് ആരും മുൻകൂട്ടി കണ്ടിട്ടൊന്നുമില്ല. മുൻകൂട്ടി കണ്ടാൽ തന്നെ ആ യുദ്ധം നമ്മുടെ കേരളത്തിൽ വന്ന് അത് ഭക്ഷണ കാര്യത്തിലും അടുക്കളയിലും അത് വന്ന് പ്രവർത്തിക്കുമെന്നും ആരും സങ്കല്പിച്ചിട്ടേയില്ല. നമുക്ക് കിട്ടുന്ന പാചകവാതകം എത്തുന്നത് ആ ഒരു ഹോർമൂസിന്റെ ഇടയിൽ കൂടെ കപ്പൽ വന്നാൽ മാത്രമാണ് എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ എത്തിയത് ഇതാ ഈ യുദ്ധം വന്ന് നമ്മുടെ നെഞ്ചിൽ വന്ന് ഇടിച്ചപ്പോൾ മാത്രമാണ്. ഗൾഫിൽ നിന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും തലയ്ക്ക് മുകളിലോട്ടാണ് മിസൈല് പോകുന്നത്, ഇവിടെ വന്ന് ജീവിക്കാൻ നല്ലത്, ജീവൻ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും നിങ്ങൾക്ക് ചുറ്റുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഏതെങ്കിലും രാജ്യത്താണ് യുദ്ധം എന്നതുകൊണ്ട് നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന എല്ലാ അരാഷ്ട്രീയ ബുദ്ധിജീവികൾക്കും ഏറ്റ ഒരു തലക്കിട്ടുള്ള ഒരു അടിയാണ് ഈ യുദ്ധം എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഇവിടെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധം നമ്മളെ ബാധിച്ചത്, നമ്മുടെ വൈദ്യുതി ഉപയോഗത്തെ ബാധിച്ചത് എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ആ പാചകവാതക പ്രതിസന്ധിയായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത ഓപ്ഷൻസ് തേടി പോകും. നമ്മുടെ എല്ലാ വീടുകളിലും അടുത്ത നിമിഷം വാങ്ങിച്ചു കൂട്ടിയത് ഇൻഡക്ഷൻ കുക്കറുകളാണ്, നല്ല കരണ്ടിന് കുത്തിയിട്ട് പ്രവർത്തിക്കുന്ന അടുപ്പുകളാണ്. സ്വാഭാവികമായിട്ടും കറണ്ട് ചാർജ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ആ ഒരു കണക്ക് പറയുമ്പോൾ ഹാഷ്മി എന്ന് പറയുന്ന മനുഷ്യൻ നിശബ്ദമായി കുത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതൊരു വണ്ടർഫുൾ കാഴ്ചയാണ്. തലയ്ക്കുള്ളിലേക്ക് ഓളം ബോധമെത്തുന്ന ഒരു കാഴ്ചയാണ്. കേൾക്കണം. ട്രംപ് ആക്രമണം നടത്തുന്നു, ഇവ പാചകവാദി പേഴ്സണലി ഉണ്ടാവുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസം 27-ാം തീയതിയും KSEBക്ക് കാണാൻ കഴിയുന്നതല്ല. 28-ാം തീയതി ഉണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി മാർച്ച് മാസം അവസാനത്തിലാണ് പാചകവാദ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. അപ്പോൾ തന്നെ 8-ാം തീയതി 8/4/2026 റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിൽ KSEB അപേക്ഷ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം നോക്കി ഈ സമയത്ത് തീരുമാനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ഇല്ല. ഇപ്പം ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം വന്നാൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് അവർ അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ തീരുമാനം 26-ാം തീയതിയാണ്. ഇപ്പം ഇന്ന് അത് ഡയമണ്ട് ഹെഡ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പം ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകളെ പരിഭ്രാന്തരാക്കി അല്ല വേണ്ടത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപ്രസംഗം എന്ന് പറയുന്ന പരിപാടിയില്ലേ,
എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കഥാപ്രസംഗം നടത്തി ആളുകളെ പരിഭ്രാന്തിയിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വെച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൈയടിക്കേണ്ടത്. കാരണം ആ കഥാപ്രാസംഗികനാണ് ആ ഒരു കുത്തിരിക്കുന്നത്. ഇയാൾക്കൊരു കഥാപ്രസംഗം ഉണ്ട്, ഇടയ്ക്ക് അങ്ങോട്ട് എഴുതി വെച്ചതൊരു വായനയുണ്ട്. അതൊരു 1.5 വായനയായിരിക്കും. ആ വായന മാത്രമേ ഉള്ളൂ. നേരം പോലെ ഒരാൾ നേരക്കെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മുട്ട ഉറച്ച് എല്ലാ സംഗതികളും തകർന്നു വീഴുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് നമുക്കറിയാം. ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മിക്ക് കൊണ്ടുട്ടോ 1.5 കൊള്ളല കൊണ്ടേ. ആ കൊണ്ടതിന് ശേഷമുള്ള കാഴ്ച ചാർജിനുള്ള കാര്യം അറിയാം, ഇത്രയും AC ഉള്ള കാര്യം അറിയാം, ഇത്രയും BPL വീടുകൾ AC ഉള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം അധിക്ഷേപിക്കല്ലേ സാറേ? കേൾക്കുന്നവരൊക്കെ വണ്ണമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. AC അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ ഭാഗം KSBക്ക് അറിഞ്ഞുകൂടായിരുന്നു. തെറ്റ് പറ്റിയിട്ടുണ്ട്. ദയവായി ഹാഷ്മി ക്ഷമിച്ചു മനസ്സിലാക്കാനുള്ള ആ പ്രവാചക സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഹാഷ്മി ഒന്ന് മനസ്സിലാക്കി KSB ഉദ്യോഗസ്ഥന്മാരോട് ഇതാണെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നതാണല്ലോ. മനസ്സിലാക്കി ആ നിലയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് വരാൻ പോകുന്നുണ്ട് ഭാഗത്ത് ഞങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിയുടെ ഉപദേശത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, പരിഹാസം ഇഷ്ടപ്പെട്ടു. രാജു പി നായർ ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ അപമാനിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഒരു പ്രതിസന്ധി വരുമെന്നൊക്കെ മുൻകൂട്ടി കാണും. വേനലാണ് വരുന്നത്, ആളുകൾ കൂടുതലായിട്ട് AC ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ അറിയാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിരുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് യുദ്ധം ഉണ്ടാവുമെന്നും ആ യുദ്ധം നമ്മുടെ അടുക്കള വരെ എത്തുമെന്നും ആ ഒരു കണക്കൂട്ടിലേക്ക് KSB എത്തിയിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് മുൻകൂട്ടിയിട്ട് പ്രവചിക്കാൻ കഴിയുന്ന ഹാഷ്മിയെ പോലുള്ള ആളുകൾ എന്താ ഇത് മുൻകൂട്ടി കണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. അവിടെ അദ്ദേഹം പെട്ടുപോയി. ഇനി ബബ്ബയാണ്. ക്യാപ്സുകൾ പറഞ്ഞത് 30 ഊണിന്റെ 60 ഊണിന്റെ കണക്കാണ്. ഇൻജക്ഷൻ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മനുഷ്യൻ അങ്ങനെ സംസാരിക്കുമെന്ന് നമ്മുടെ ഹാഷ്മി ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഹാർഷായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, കണക്കുകൾ മുമ്പിലേക്ക് വെച്ചുകൊണ്ട്, കാരണങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ചില വാക്കുകളൊക്കെ ഹാഷ്മി കേൾക്കുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ തകർന്നു പോയി. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എണ്ണ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ സ്മൃതി പരുത്തിക്കാട്ടിന് പറ്റിയ ഒരു സുഹൃത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹാഷ്മി എടുക്കാം. രണ്ടുപേരും കൂടി ചാനലൊക്കെ വിട്ട് എങ്ങോട്ടേലൊക്കെ ഓടിപ്പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ബൈ.